സാമ്പത്തിക നിയന്ത്രണത്തെയും നോട്ട് പിൻവലിക്കലിനെയും പിന്തുണച്ച് കത്തോലിക്ക സഭയുടെ ഇടയലേഖനം. കള്ളപ്പണക്കാർ നിയന്ത്രിച്ച സാമ്പത്തിക മേഖലയിൽ സാധാരണക്കാരന് ഇടമില്ലായിരുന്നു. നികുതി വെട്ടിപ്പ് നടത്താതെ സീസറിനുള്ളത് സീസറിന് നൽകാൻ എല്ലാവരും തയ്യാറാകണം. മൊബൈൽ ബാങ്കിംഗ് ഇടപാടുകൾ ശീലിക്കാനും രാജ്യപുരോഗതിക്കായി സർക്കാരിനൊപ്പം അണിചേരാനും ഇടയലേഖനം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. സിറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപതയ്ക്കായി ബിഷപ്പ് ജോസ് പെരുന്നേടമാണ് ഇടയലേഖനം പുറത്തിറക്കിയത്. നിത്യജീവൻ ആഗ്രഹിക്കുന്ന സത്യക്രിസ്ത്യാനികൾക്ക് ആ ലക്ഷ്യം എളുപ്പമാക്കി തരുന്ന മാർഗമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ധനനയമെന്ന് ജോസ് പെരുന്നേടം മെത്രാൻ ഇടയലേഖനത്തിൽ പറയുന്നു. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന കർത്താവിൻ്റെ വചനം പ്രാവർത്തികമാക്കുക പ്രധാനമാണ്. ആദായ നികുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി വരുമാനങ്ങൾ സർക്കാരിൽ നിന്ന് മറച്ചുവെക്കുന്നതും കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും സ്ഥലവിൽപ്പന നടത്തുമ്പോൾ നികുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ആധാരത്തിൽ വില കുറച്ച് കാണിക്കുന്നതും നികുതി കുറവുണ്ടാകുമെന്നതിൻ്റെ പേരിൽ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് ബില്ല് കൊടുക്കാതിരിക്കുന്നതും വാങ്ങാതിരിക്കുന്നതും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാണ്. ഇങ്ങനെ നാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തിലൊന്നാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ഈ നടപടി. ഈ ലോകത്തിൽ നല്ല പൗരന്മാരായിരിക്കുന്നവർക്ക് നിത്യജീവിതത്തിലും അത്തരം പൗരത്വം കിട്ടുകയുള്ളൂ. അതിനാൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യവും സത്യസന്ധവുമാക്കേണ്ടത് അനിവാര്യമാണെന്നും ഇടയലേഖനം പറയുന്നു. സമ്പദ്ഘടനയുടെ വലിയൊരു ഭാഗം കള്ളപ്പണക്കാരും കള്ളനോട്ടുകാരും നിയന്ത്രിക്കുന്നതുകൊണ്ട് പണപ്പെരുപ്പവും വിലവർധനയും കൈക്കൂലി, കള്ളക്കടത്ത്, അഴിമതി, തലവരിപ്പണം, മയക്കുമരുന്ന് കച്ചവടം, ഗുണ്ടായിസം, അമിതമായ സ്ഥലവില, ആഡംബരം, ധൂർത്ത് എന്നിവ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കാതെ വന്നിരുന്നു. അതിൻ്റെ ഫലമായി സത്യസന്ധമായി അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ദുസ്സഹമായിരുന്നു. ഈ അവസ്ഥയിൽ നോട്ടുകളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാക്കാനുള്ള മാർഗമാണ് നോട്ട് അസാധുവാക്കലിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത്. ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നും ഇടയലേഖനം പറയുന്നു. നോട്ട് നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നോട്ടുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും ഇടയലേഖനം പറയുന്നു. 20,000 രൂപയിൽ കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ അത് ചെക്ക് മൂലമേ പാടുള്ളൂവെന്ന് ഇപ്പോൾ തന്നെ നിയമമുണ്ട്. ആ നിയമം നാം അനുസരിക്കണം. വലിയ തുകകൾ കൈമാറുമ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിക്കണം. ഇതിനു പുറമെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും റുപ്പേ കാർഡുകളും ഉപയോഗപ്പെടുത്തുവാൻ വിശ്വാസികൾ തയ്യാറാകണം. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഉപയോഗപ്പെടുത്തുന്ന മൊബൈൽ വാലറ്റുകൾ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവരും ശീലിക്കണം. ഇപ്പോൾ തന്നെ പലയിടത്തും കടക്കാരും വിൽപ്പനക്കാരും എന്തിനേറെ കൂലിപ്പണിക്കാർ വരെ അവർക്ക് കിട്ടാനുള്ള തുക മൊബൈൽ വാലറ്റുകളിലൂടെ സ്വീകരിക്കുന്നുണ്ടെന്നും ഇടയലേഖനം പറയുന്നു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനം വന്നത് ആരും ചിന്തിക്കാത്ത സമയത്താണ്. ഇതേപോലെ ദൈവം തൻ്റെ അടുക്കലേക്ക് സ്ഥിരമായി തിരിച്ചു വിളിക്കുന്നത് ആളുകൾ ചിന്തിക്കാത്ത നേരത്തായിരിക്കും. വ്യാജന ആയുർദൈർഘ്യമില്ലെന്നും മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നാം ശ്രദ്ധിക്കണമെന്നുമുള്ളതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ നോട്ട് നിരോധനമെന്നും ഇടയലേഖനം പറയുന്നു. മാനന്തവാടി രൂപതാ കാര്യാലയത്തിൽ നിന്നും പുറത്തിറക്കിയിരിക്കുന്ന ഇടയലേഖനം ഈ മാസം അവസാനം പള്ളികളിൽ വായിക്കും. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.